ഈ സർവീസ് വളരെ പരിജ്ഞാനത്തോടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഹോളി ടെൻറ്റ് വർഷിപ്പ് സെൻറ്ററിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പ്രിയ ദൈവദാസൻ, അപ്പോൾ തന്നെ വാത്സല്യ, എലിസബത്ത് സിസ്റ്റർ, പ്രിയ റീച്ചായൻ, മറ്റ് എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ ദൈവമിടയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശുശ്രൂഷ പരിചയത്തിൽ, ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഈ 2:30 വചന ശുശ്രൂഷ ആദ്യമായിട്ട് ലഭിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് അയർലൻഡ് ദൈവസഭയിലുള്ള നിങ്ങളെ മറക്കുവാൻ കഴിയത്തില്ല. ഇത് ഇത്രയും വർഷത്തെ എൻ്റെ ശുശ്രൂഷ പാടവത്തിൽ ആദ്യമായിട്ടാണ് ഈ മിഡ് നൈറ്റിൽ വചന ശുശ്രൂഷയ്ക്കായി കർത്താവ് സമയത്തെ തന്നത്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ തണുപ്പുള്ള കാലാവസ്ഥ, ഇവിടെയും തണുപ്പുള്ള കാലാവസ്ഥയാണ്. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വളരെ ലേറ്റായിട്ടാണ് വന്നതെങ്കിലും നിങ്ങളുടെ ഈ മീറ്റിങ്ങിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ ഞാൻ പ്രിപ്പയർ ആകുവാനിടയായി തീർന്നു. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ദൈവം അവിടെ തന്നിരിക്കുന്ന നല്ല ക്രമീകരണത്തിൽ, ചെറിയ ക്രമീകരണത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ഒന്ന് കൂടുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയില്ല. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസ് വചനവുമായി എഴുന്നേറ്റ് നിന്നപ്പോൾ 3000 ഭവനങ്ങളുടെ ബന്ധനമാണ് ഒറ്റ നിമിഷം കൊണ്ട് അഴിഞ്ഞു മാറിയത്. സ്തോത്രം. നമുക്ക് ആത്മാവിൽ വിശ്വസിക്കാം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഒരു ബന്ധനത്തിനും ഇരിക്കാൻ കഴിയത്തില്ല. പത്രോസ് വചനവുമായി എഴുന്നേറ്റ് പ്രസംഗിക്കാൻ നിന്ന് കഴിവില്ലാതിരിക്കുന്ന, സാമർഥ്യമില്ലാത്ത, ഒരു മനുഷ്യനും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സ്വഭാവമുള്ള മനുഷ്യൻ എഴുന്നേറ്റ് നിന്നപ്പോൾ 3000 വീടിൻ്റെ ബന്ധനം അഴിഞ്ഞു മാറിയെങ്കിൽ ഇന്ന് നമുക്ക് വിശ്വസിക്കാം, ഈ രാത്രികാലം നടക്കുന്ന നിങ്ങളുടെ മീറ്റിങ്ങിൽ കുറച്ചു പേരെ ഉള്ളെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു കരം ആ വിഷയത്തിന്മേൽ ഇറങ്ങുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. എന്നാൽ അവർ അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ വഴി അവർക്ക് മറഞ്ഞുപോയി. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. വളരെ ശാന്തമായി ആയിരിക്കും ഞാൻ ഈ വചന ശുശ്രൂഷ മുൻപോട്ട് പോകുന്നത്. കാരണം ഇവിടെ ഞങ്ങൾ ഈ ഫ്ലാറ്റുകൾ താമസിക്കുന്നത് കൊണ്ട്, അടുത്തടുത്ത് മുറികളിൽ ആൾക്കാർ താമസിക്കുന്നത് കൊണ്ട് വളരെ പരിമിതമായ സാഹചര്യങ്ങളാണ്. എങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവനാമത്തിൽ ഓർപ്പിക്കുന്ന പറയുന്ന ഓരോ വാക്കുകളും ഇന്ന് രാത്രി ദൂതായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തറയ്ക്കട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുന്നു. മോശ ഇസ്രായേൽ മക്കൾ വിളിച്ചു കൊണ്ടുപോയപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് മോശ ഇസ്രായേൽ മക്കളെ വിടുവിച്ചുകൊണ്ട് പോയി. അവർ ചെങ്കടലിൻ്റെ അരികിൽ വന്നു. ചെങ്കടൽ കീറി അവർ അക്കരയ്ക്ക് കടന്നു. അക്കരെ കടന്നു കഴിഞ്ഞ് മോശ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നമ്മൾ വന്ന വഴി കുഞ്ഞുങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. അവരെ നിന്ന നിപ്പിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി, പക്ഷേ വന്ന വഴി കാണാനില്ല. അത് വെള്ളം കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഇന്ന് പകൽ രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനൊരു ദൂത്. നമ്മുടെ മുൻപിലെ ചില വഴികൾ വെള്ളം കൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ മുൻപിൽ വഴിയില്ല എന്നോർക്കരുത്. വഴിയുണ്ട്, പക്ഷേ ആ വഴി ചില അനുഭവങ്ങൾ കൊണ്ട് മറഞ്ഞു കിടക്കുകയാണ്. ആ മറ നീക്കി ഈ ദിവസങ്ങളിൽ ആ വഴി പുറത്തു വരണമെങ്കിൽ വിളിച്ചവൻ്റെ മുഖത്തേക്ക് ഞാനും നിങ്ങൾ നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ചുരുക്കം പേരെ ഉള്ളത് കൊണ്ട് എൻ്റെ അറ്റൻഷൻ നിങ്ങളുടെ മുഖത്തേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെയും കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ജോലിയിലാണോ, വാഹനം ഡ്രൈവ് ചെയ്യുകയാണോ, വീട്ടിലാണോ, വാട്ടവർ, ഏത് സാഹചര്യത്തിലായാലും മുൻപിൽ കിടക്കുന്ന വഴി അത് ഓപ്പണായി വരണമെങ്കിൽ ഒന്ന് വിളിച്ചവൻ ആരാണെന്ന് തിരിച്ചറിയണം. നമുക്കറിയാം, എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായിരുന്നു മിലിറ്ററിയിലേക്ക് പോകണമെന്നുള്ളത്. അങ്ങനെ മിലിറ്ററിയിലേക്കുള്ള ട്രെയിനിങ് ഞാൻ തിരുവനന്തപുരം പട്ടം അവിടെ മിലിറ്ററിയിലേക്കുള്ള ട്രെയിനിങ് ക്യാമ്പിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോകുവാനിടയായി തീർന്നു. ഞാൻ എൻ്റെ ഒരു പിന്നിട്ട സംഭവങ്ങൾ ഞാൻ ഓർക്കുകയായിരുന്നു. ആദ്യ സമയങ്ങൾ മുതൽ നിങ്ങളുടെ ആരാധന ഞാൻ പങ്കെടുക്കുന്നു. എൻ്റെ ഓർമ്മകൾ പലതും ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞ് ചിന്തിപ്പാനിടയായി തീർന്നു. വാത്സല്യ റിജുവായിക്കും പ്രിയ എലിസബത്തിനൊക്കെ ഒരു പരിധി വരെ എന്നെ നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അവരോടൊപ്പമായിട്ട് ഇപ്പോൾ ഏകദേശം 15 വർഷമായി. ചെറിയ കാലഘട്ടമല്ല. 15 വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയെടുക്കുന്ന ഒരു സമയകാലയളവാണ്. സ്തോത്രം. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാനൊരു മിലിറ്ററിയിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി കടന്നു. അവിടെ ഞങ്ങൾ 100 പേരാണ് ഓടിയത്. 100 പേർ ഓടിയതിൽ
30ാമത് ഞാൻ വന്നു. ആദ്യത്തെ 40-45 പേരെ ആണ് അന്നത്തെ കാലത്ത് സെലക്ട് ചെയ്ത്. ഇന്നത്തെ പോലെയല്ല, അന്ന് വളരെ എളുപ്പമായിരുന്നു മിലിറ്ററി കയറാൻ. ഓക്കെ, എനിവേ മിലിറ്ററിയിൽ ഓടിക്കയറി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മാതാവിന് എന്നെ ആ ഒരു ജോലിക്ക് വിടുവാനുള്ള ഒട്ടും താല്പര്യമില്ല. എൻ്റെ പിതാവ് കർത്തൃവേല ചെയ്യുന്നൊരു കർത്താവിൻ്റെ ദാസനാണ്. എൻ്റെ പിതാവിന് ആഗ്രഹം ഞാൻ ഹെവൻലി മിലിറ്ററിയിൽ ജോയിൻ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ മാതാവിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ ഭൂമിയിലെ ഒരു പട്ടാളത്തിൽ ജോലി ചെയ്യുക എന്നുള്ളത്. എന്നാൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം, സുവിശേഷ വേലയേക്കാൾ ആഴമേറിയ ദാഹം ഈ ഒരു കാര്യത്തിൽ ഇടപെടുവാനിടയായി തുടർന്നു. അങ്ങനെ ഞാൻ ചുരുക്കി പറയാം, അങ്ങനെ മിലിറ്ററി ക്യാമ്പിലേക്ക് പോയി എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, വളരെ കഷ്ടപ്പാടുകളും പ്രതിസന്ധിയും നിറഞ്ഞ ഒരു ക്യാമ്പാണ് മിലിറ്ററി ക്യാമ്പ്, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ എനിക്കതിൽ ദൈവിക നിമിത്തമെന്ന് പറയാൻ ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് പഠിക്കുവാൻ പോകുവാനാണ് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജ്, ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിൻ്റെ വചന പഠനം ഞാൻ പൂർത്തിയാക്കി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഈ മിലിറ്ററി ക്യാമ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ വ്യത്യസ്ത നിലകളിലുള്ള ക്യാമ്പുകളുണ്ട്. എന്നാൽ രാവിലെ 5 മണി മുതൽ 6-7 മണി വരെയുള്ള ക്യാമ്പുകൾ വളരെ ഈസി വേയിൽ ഓടി അവർ പ്രാക്ടീസ് ചെയ്ത് കയറി വരും. എന്നാൽ ചില ക്യാമ്പുകളുണ്ട്, എക്സ്ട്രാ കമാൻഡോസിന് വേണ്ടി വേർതിരിച്ച ചില ക്യാമ്പുകളുണ്ട്. നമുക്കറിയാം, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ ഒരുപാട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരായതുകൊണ്ട് ഈ എക്സ്ട്രാ കമാൻഡോസിനെ നമുക്കറിയാം. അവരുടെ ശരീരം മുഴുവൻ ബുള്ളറ്റ് പ്രൂഫുകൾ ധരിച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ മാത്രം കാണാവുന്ന നിലയിൽ വ്യത്യസ്തമായ നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അരികിലും അതുപോലെ നിങ്ങളുടെ അയർലൻഡിലുള്ള പ്രധാനമന്ത്രിയുടെ അരികിലുമൊക്കെ കാത്തുകെട്ടി നിൽക്കുന്ന എക്സ്ട്രാ കമാൻഡോസിനെ നമുക്ക് കാണാൻ പറ്റും. അവർ സാധാരണ മിലിറ്ററിക്കാരെക്കാളിലും എക്സ്ട്രാ ട്രെയിനിങ് കിട്ടിയവരാണ്. അവർക്ക് കുപ്പിച്ചില്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഉരുണ്ട് നടക്കണം, അഴുക്ക് ചാലുകളിൽ കൂടെ നെഞ്ചൊരച്ചുകൊണ്ട് നീന്തി കയറണം, വലിയ വലിയ മതിലുകളുടെ മുകളിലേക്ക് ചാടിക്കയറണം. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ക്യാമ്പിൽ ട്രെയിൻ ചെയ്യുന്നവർ അവരോട് പറയും, നിങ്ങൾക്ക് ഇത്രത്തോളം കഷ്ടപ്പാട് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് വേഗത്തിൽ ഞങ്ങളുടെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞു. അപ്പോൾ അതിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് അല്പം കഷ്ടപ്പാടാണെങ്കിൽ നാളെ ഞങ്ങളുടെ പൊസിഷൻ മാറും. ഇന്ന് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടും അല്പം കഠിനമേറിയ ട്രെയിനിങ് കിട്ടുന്നതിൻ്റെ കാരണം നാളെ നിങ്ങളെ നിർത്തേണ്ടിടത്തല്ല ഞങ്ങളെ നിർത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. എക്സ്ട്രാ കമാൻഡോസിന് എക്സ്ട്രാ ട്രെയിനിങ് കിട്ടി കഷ്ടപ്പെട്ട് അവർ ജോലിയിൽ പ്രവേശിക്കുന്നത് പോലെ ജീവിതത്തിൽ എത്ര വലിയ വേദനകൾ കൂടുതൽ അനുഭവിക്കുന്നോ അവർക്ക് സാധ്യതകൾ കൂടുതലാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ എനിക്ക് പറയാനുള്ള ആദ്യ ദൂതിത, ഇന്ന് നീ കടന്നു പോകുന്ന ചില മേഖലകൾ വട്ടഭൂജ്യമെന്ന് നിനക്ക് തോന്നിയാലും നിന്നെ എക്സ്ട്രാ ട്രെയിനിങ്ങിൽ കൂടെ എൻ്റെ കർത്താവ് കടത്തിവിടുന്നതിൻ്റെ കാരണം നിന്റെ ഇരിപ്പിൻ്റെ ഗതി മാറ്റാൻ, നിന്റെ സാഹചര്യങ്ങളുടെ ഗതി മാറ്റാൻ, ശുശ്രൂഷയുടെ ഗതി മാറ്റാനാണെന്ന് പ്രാരംഭമായൊരു ആത്മീക ദൂത് കൈമാറി തിരുവചനത്തിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവസാനമായി ഞാൻ ചുരുക്കമായി സമയം ലഭിക്കുന്നെങ്കിൽ എൻ്റെ അനുഭവ സാക്ഷി ഞാനത് തൊട്ടുപോകാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആധികാരികമായ വളരെ രസകരമായി നമുക്ക് വായിച്ചു പോകുവാനും മനസ്സിലാകുവാനും പറ്റുന്ന ഒരാത്മിക ദൂതിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് തിരിച്ചതിന് ശേഷം അവസാനമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഉപസംഹരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരും. വളരെ ലളിതമായ ഭാഷാശൈലികളിൽ, മനസ്സിലാകുന്ന ഭാഷാശൈലിയിൽ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. അതിൻ്റെ 3-ാം അധ്യായം 11-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് രൂത്ത് ചാപ്റ്റർ 3 വേഴ്സ് 11. അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്: ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ആ ഒറ്റ വചനം, 2-ാമത്തെ ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും
ഞാൻ ചെയ്തു തരാം. ആകയാൽ മകളെ എന്ന് പറയുവാൻ കാരണം രൂത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ആദ്യ ഭാഗം ചോദിക്കുന്നതൊക്കെയും ചെയ്തു തരാമെന്ന് പറയുവാൻ കാരണം രൂത്തിനോട് വീണ്ടെടുപ്പുകാരനായ ബോവസ് പറയുന്ന ഒരു വാക്കിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് രാത്രിയിലെ ദൂതിന് വേണ്ടി പരിശുദ്ധാത്മാവിൽ അടർത്തി എടുത്തിരിക്കുന്നത്. ഈ പുസ്തകം ബൈബിളിൽ ചേർക്കുവാൻ കാരണം രൂത്തിൻ്റെ സംഭവകഥ മറ്റുള്ളവർ അറിയണം എന്നുള്ളത് കൊണ്ട് ചേർത്തതല്ല. ഈ രൂത്തിൻ്റെ 4 അധ്യായങ്ങൾ ഈ പുസ്തകത്തിൽ ബൈബിളിൽ ഇടം പിടിക്കുവാൻ കാരണം സാധുവായൊരു വിധവ സ്ത്രീയെക്കുറിച്ച് എഴുതി ലോകരാജ്യങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തണം എന്നുള്ള നിഗമനം കൊണ്ട് എഴുത്തുകാരൻ എഴുതി വച്ചിരിക്കുന്നതല്ല. ഈ പുസ്തകം ഈ തിരുവചനത്തിൽ സ്ഥാനം പിടിക്കുവാൻ കാരണം ഇതിനകത്ത് നല്ല വീണ്ടെടുപ്പുകാരനായ ഒരു ബോവസ് ഉണ്ട്. ഈ ബോവസ് നമ്മുടെ സർവശക്തനായ കർത്താവിൻ്റെ നിഴലായി പുതിയ നിയമത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ലോകത്തിന് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനാണ് രൂത്തിൻ്റെ പുസ്തകം ഈ തിരുവചനത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇതിൽ 4 അധ്യായങ്ങളാണുള്ളത്. ഈ 4 അധ്യായങ്ങളിലും രൂത്തിനെ വ്യത്യസ്തമായിട്ടാണ് ദൈവാത്മാവ് ചിത്രീകരിച്ചിരിക്കുന്നത്. 4 അധ്യായമാണ് ഇതിലുള്ളത്. 4 അധ്യായങ്ങളിൽ രൂത്തിനെ 4 വ്യത്യസ്ത കഥാപാത്രമായി നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മീക ദൂത് ഇന്ന് രാത്രിയിലെ ഈ സന്ദേശത്തിന് വേണ്ടിയുള്ളതല്ല. ഇവിടെ ശനിയാഴ്ച പകലും നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാത്രിയുമാണല്ലോ, അല്ലേ? ഓക്കെ. ഈ സാഹചര്യങ്ങളിൽ ഇന്ന് രാത്രിയിലേക്കുള്ളൊരു ദൂതല്ല ഞാൻ കൈമാറുന്നത്, നാളത്തേക്കുള്ള നിങ്ങളുടെ ആത്മീക ദൂത. നാളെ നിങ്ങൾ എവിടെത്തണം, നാളെ എന്തായിത്തീരണം, നാളെ എപ്രകാരമായിരിക്കണം. ഇന്ന് ജീവിതത്തിൽ ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ കുടുംബത്തെ വിട്ടിട്ട്, സാഹചര്യങ്ങളെ വിട്ടിട്ട്, ബാധ്യതകൾ പേറി രാജ്യത്ത് പോയിരിക്കുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ ഒരു കാര്യം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ പദ്ധതി എവിടെയായിരുന്നാലും അത് നിവർത്തീകരിക്കാൻ തയ്യാറായാൽ ദൈവം പുതിയ രാസ്ത വഴി തുറക്കും എന്നുള്ളത് ഇന്ന് രാത്രിയിലെ ആത്മീക ദൂതായി ഞാൻ പ്രാരംഭത്തിൽ കൈമാറട്ടെ. ഇവിടെ ഈ 4 അധ്യായങ്ങളിൽ രൂത്തിനെ 4 വ്യത്യസ്ത ഭാഗമായി നമുക്ക് കാണാം. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ രൂത്തിനെ മോവാബിലെ രൂത്താണ്. മോവാബിലെ രൂത്ത് ശ്രദ്ധിച്ചോണമേ. 1-ാമത്തെ അധ്യായത്തിൽ മോവാബിലെ രൂത്ത. മോവാബ് എന്ന് പറയുന്നത് ഒരു ജാതിക സ്ഥലമാണ്. ജാതിക സ്ത്രീയായി വളർന്നു വന്നു. നല്ല പ്രായത്തിൽ തന്നെ വിവാഹം നടന്നു. നല്ല പ്രായത്തിൽ വിവാഹം നടക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് പ്രായം കൂടിക്കൂടി പോയാലും അനുഗ്രഹിക്കപ്പെട്ടൊരു വിവാഹം ലഭിക്കുന്നില്ല. ഓർത്തോണം, ഈ മോവാബ്യ സ്ത്രീക്ക് സ്തോത്രം നല്ല പ്രായത്തിൽ തന്നെ വിവാഹം നടന്നു. മോവാബ് എന്ന് പറയുന്ന ഒരു ജാതിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണ്. സ്തോത്രം. വളരെ നല്ല സൗന്ദര്യമാണ് കേട്ടോ, നല്ല സൗന്ദര്യം. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടു. എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് ഇന്ന തലങ്ങളിൽ പോകണം. ഇതിനകത്തിരിക്കുക ദൈവമക്കളെ, വിവാഹം കഴിഞ്ഞ പ്രിയപ്പെട്ടവരുടെയും ചോദിക്കട്ടെ, വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളില്ലായിരുന്നോ? എൻ്റെ വിവാഹം ഒന്ന് കഴിഞ്ഞ് എനിക്ക് ഇന്ന നിലകളിൽ കൂടെ മുൻപോട്ട് പോകണം. എന്നാൽ അതെല്ലാം പരാജയപ്പെട്ട് പലപ്പോഴും പലയിടങ്ങളിൽ മാറിപ്പോകാറുണ്ട്. വാട്ടവർ എന്തു തന്നെയായിരുന്നാലും ദൈവ സാന്നിധ്യമുള്ള ഭവനം ഒരിക്കലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ നോക്കണം, സാധുവായ സ്ത്രീ, സൗന്ദര്യമുള്ള സ്ത്രീ, ചെറുപ്പക്കാരിയായ സ്ത്രീ, നല്ല പ്രായത്തിൽ വിവാഹം കഴിഞ്ഞു. കുടുംബ ജീവിതം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോവുകയാണ്. ഭർത്താവുമായി ഒരുമിച്ചുള്ള സന്തോഷം. സ്തോത്രം. ഒരു വീട്ടിൽ അപ്പനും അമ്മയും സ്തോത്രം അനിയനും ചേട്ടനും അല്ലെങ്കിൽ സഹോദരിയും ഒക്കെ ആയിട്ട് വളരെ നന്നായി വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നേരിടുകയാണ്. കയ്പ് നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് കയ്പിൻ്റെ വേരിറങ്ങി. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പോയ രൂത്തിൻ്റെ ജീവിതത്തിലേക്ക് അവിടെ സ്വപ്നങ്ങളെ മുഴുവൻ തകർത്ത് കളയത്തക്ക നിലയിലേക്ക് ഒരു വലിയ കാറ്റടിച്ചു. ഓർത്തോണം, ഞാൻ പറഞ്ഞു വരുന്നത് മോവാബിലെ രൂത്തിനെ കുറിച്ചാണ്. ഇതിനകത്തിരിക്കുന്ന ദൈവവേദനയിലെ നിന്റെ ജീവിതത്തിലും ചില സമയങ്ങളിൽ മോവാബിൻ്റെ അനുഭവം കടന്നു വന്നിട്ടില്ലേ? ആത്മാവ് ഞാൻ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് ചോദിക്കാം, തകർന്ന ചില അനുഭവങ്ങൾ, സ്വപ്നങ്ങൾ കാറ്റിൽ പറന്നുപോയ ചില അനുഭവങ്ങൾ, വേദനകൾ, സ്തോത്രം, സന്തോഷങ്ങൾ വേദനകളായി പോയ ചില സമയങ്ങൾ, ആനന്ദങ്ങൾ കണ്ണുനീരായി പോയ ചില സമയങ്ങൾ ജീവിതത്തിൽ വന്നിട്ടില്ലേ? എന്നാൽ ഇന്ന് രാത്രി ഓർത്തോ,
തകർന്നുടഞ്ഞു പോയൊരു സ്ഥലമാണ് മോവാബ്. സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞൊരു സ്ഥലമാണ് മോവാബ്. ജീവിതം മടുത്തു പോയൊരു സ്ഥലമാണ് മോവാബ്. ജീവിതത്തിലെ കുടുംബ ജീവിതം താറുമാറായിപ്പോയൊരു സ്ഥലമാണ് മോവാബ്. ഇന്ന് രാത്രി ആത്മാവിൽ ദൈവസഭയോട് ഒരു ദൂതി ഞാൻ പറയട്ടെ. നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ് മോവാബ്. അതുപോലെയുള്ള മോവാബിൻ്റെ അനുഭവത്തിൽ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലിനോട് ആത്മാവ് ചോദിക്കാം, നിന്റെ ജീവിതത്തിൽ ഒരു മോവാബ് വന്നിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ മോവാബിൻ്റെ അനുഭവം എൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. 2018 ഡിസംബർ മാസം 11 ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ വീടുൾപ്പെടെ ആരാധനാലയം ഉൾപ്പെടെ സ്തോത്രം തീ പിടിക്കുവാനിടയായി തുറന്നു. അത് മനഃപൂർവ്വമായി തീയിട്ട ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവായ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉള്ളംകരങ്ങളിൽ ദൈവം സൂക്ഷിച്ചു. എന്നാൽ ആ തീയിട്ട വ്യക്തി അവസാനം ഞങ്ങളുടെ മുൻപിൽ വന്ന് ഞങ്ങളോട് അവൻ്റെ സാഹചര്യങ്ങൾ പറയുവാനും ഇടയായി തുറന്നു. ഓർത്തോ, അന്ന് തകർത്ത് കളയാൻ 2018 ഡിസംബർ 11 ഞങ്ങളുടെ വീട് മുഴുവൻ തകർത്തു. എൻ്റെ വാഹനം കത്തിച്ചു കളഞ്ഞു. ദൈവാത്മാവ് ഞാൻ പറയട്ടെ, മോവാബിലെ അവസ്ഥ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനകത്തിരിക്കുന്നവർ ഞാൻ പറയാം, നിന്റെ മോവാബിലെ അവസ്ഥ അടുത്ത തലത്തിലേക്ക് കയറാനുള്ള ട്രെയിനിങ് പീരീഡാണ് കേട്ടോ. ദൈവദാസനെ, നിങ്ങളുടെ ഈ ഹോളി ടെന്റ് വർഷിപ്പ് സെൻറ്റർ അനുഗ്രഹിക്കപ്പെടും. മോവാബിൻ്റെ അനുഭവമായിരിക്കാം ഇപ്പം, സ്തോത്രം, കയ്പായിരിക്കാം, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് കാറ്റിൽ പറന്നുപോയ അനുഭവങ്ങളായിരിക്കാം. എന്നാൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, മോവാബിൽ നിന്നും അടുത്ത രൂത്ത് എങ്ങോട്ടാ പോയെന്നറിയാമോ? ആ 2-ാമത്തെ അധ്യായത്തിൽ രൂത്തിനെ കാണുന്നു. രൂത്ത് എവിടെ പോയെന്നാണ് വായിക്കുന്നത്? രൂത്ത് വയലിലേക്ക് കയറി. എൻ്റെ കൂടെ വരണേ. ആ ആദ്യത്തെ അധ്യായത്തിൽ മോവാബിലെ രൂത്ത്, 2-ാമത്തെ അധ്യായത്തിൽ വയലിലെ രൂത്ത്. സ്തോത്രം. രൂത്ത് അതുവഴി ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോയപ്പോൾ വിളഞ്ഞ് കതിരുകൾ കൊണ്ട് വിളഞ്ഞ് നല്ല നെൽമണികൾ കുതിർന്നു വാരി വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലേക്ക് രൂത്ത് കാലുവെച്ചിറങ്ങി. കാലുവെച്ച് രൂത്ത് വയലിലേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത്, ഈ കത്തോലിക്ക ബൈബിൾ എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ ഈ കത്തോലിക്ക ബൈബിൾ വായിച്ചപ്പോൾ വയലിനെ ദൈവസഭയോടാണ് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. നല്ലതാണ് കേട്ടോ. കത്തോലിക്ക ബൈബിളൊക്കെ കിട്ടുവാണെങ്കിൽ ഇടയ്ക്കെടുത്തൊന്ന് വായിച്ചോണം. വയലിനെ ദൈവസഭയോടാണ് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മേൽ വെളിപ്പെട്ട ഒരു ദൂതി ഞാൻ പറയാം. രൂത്ത് കയ്പ് നിറഞ്ഞ അനുഭവത്തിൽ നിന്നും അടുത്തത് ചാടിക്കയറിയത് എങ്ങോട്ടാ? ദൈവസഭയാകുന്ന വയലിലേക്ക്. സ്തോത്രം. നമ്മളെ മനസ്സിലാക്കണം, വളരെ വളരെ ഗഹനപരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വയലിലേക്ക് കയറിയപ്പോൾ വയലിൽ രൂത്ത് ദൂരെന്ന് കാണുന്നത് കറ്റ കൂട്ടിപ്പിടിച്ച് കൊയ്യുന്ന കൊയ്ത്തുകാരെ രൂത്ത് കാണുന്നത്. ദൈവസഭ, മറക്കരുത്, ദൈവസഭയ്ക്കകത്തേക്ക് ആ വയലിലേക്ക് ഒരുത്തൻ കാലെടുത്ത് വെച്ചാൽ അവൻ ആദ്യം കാണുന്നത് പ്രശ്നങ്ങൾ കൂട്ടിപ്പിടിച്ച്, പ്രതികൂലങ്ങൾ കൂട്ടിപ്പിടിച്ച്, സ്തോത്രം, മൂർച്ചയുള്ള വാളുകൾ കൊണ്ട് പ്രാർത്ഥനയാൽ കൊയ്യുന്ന കൊയ്ത്തുകാരെ നമ്മുടെ ദൈവസഭയ്ക്കകത്ത് കാണണം. ഒരുപാട് പേരൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കള പറിച്ചെറിയാനും വിത്തിനെ തരം തിരിക്കാനും കഴിവുള്ള ചില കൊയ്ത്തുകാർ ദൈവസഭയ്ക്കകത്ത് വേണം. രൂത്ത് നോക്കിയപ്പോൾ കൊയ്ത്തുകാർ ഒരുപാട് പേരവിടെ നിൽക്കുന്നു. പിന്നെ കള പറിച്ച് കളയുന്ന കുറെ കൂലിക്കാര്. രൂത്തിനൊരു കാര്യം പിടികിട്ടി, ഈ വയലിനകത്ത് നല്ലതും തീയതും വേർതിരിക്കുന്ന വിവേചനമുള്ള ചില ബാല്യക്കാരെ ഞാൻ ഈ വയലിൽ ഞാൻ കാണുന്നുണ്ട്. മോവാബിലെ അനുഭവത്തിൽ നിന്നും അവൾ വയലിൻ്റെ അനുഭവത്തിലേക്ക് വന്നു. തകർന്നുപോയ കുടുംബജീവിതത്തിൽ നിന്നും, തകർന്നുപോയ ചതഞ്ഞുപോയ അനുഭവത്തിൽ നിന്നും ഇപ്പോൾ രൂത്ത് വന്ന് നിൽക്കുന്നത് ദൈവസഭയാകുന്ന വയലിനകത്താ. ഈ വയലിനകത്തൊരു നേതാവിനെ നോക്കിയപ്പോൾ, ദൂരെ നോക്കിയപ്പോൾ ഒരുവൻ നടന്നു വരുന്നു. അവൻ്റെ വസ്ത്രത്തിനൊരു മാറ്റം, അവൻ്റെ മുഖത്തിനൊരു മാറ്റം. അവൻ അവളെ നിന്നോട് ചോദിച്ചു, ആ വരുന്നതാരാ?
വയൽ ശാന്തമായി, നെൽക്കതിരുകൾ തലകുനിച്ചു, കൊയ്ത്തുകാരുടെ ജോലി നിർത്തി, ഇരുന്നവരുടെ ഈ ചാടി എണ്ണീറ്റു, വെള്ളം കുടിച്ചവർ വെള്ളം അവിടെ വെച്ചു, ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവർ ആഹാരം അവിടെ വെച്ചിട്ട് പറയുക, ആ വരുന്നതാണ് ഞങ്ങളുടെ ഉടയവൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. ഇന്ന് രാത്രി ഞാൻ ദൈവസഭയോട് ഞാൻ പറയാം, ഒന്ന്, നമ്മുടെ വയലിനകത്ത് പ്രാർത്ഥന വീരന്മാരായ കൊയ്ത്തുകാരെഴുന്നേൽക്കണം. രണ്ട്, സ്തോത്രം, നമ്മുടെ വയലിനകത്ത് ചില നേതാക്കന്മാരെഴുന്നേൽക്കണം. കഴിവുള്ള, പ്രാപ്തിയുള്ള, ലീഡർഷിപ്പിലേക്ക് കയറി വരത്തക്ക നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടവർ നമ്മുടെ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കണം. മൂന്ന്, ബാല്യക്കാര്. ഇവരുടെ എല്ലാം അനുഭവങ്ങൾ വേറെയാ. സ്തോത്രം, രൂത്തിനൊരു കാര്യം പിടികിട്ടി. ഇന്നലകളിൽ എൻ്റെ കയ്പ് ഈ വയലിലേക്ക് പ്രവേശിച്ചപ്പോൾ മാറി. 2-ാം അധ്യായത്തിൽ രൂത്ത് വന്ന് നിൽക്കുന്നത് വയലില്ല. ബോവസ് വരുമ്പോഴേ വയൽ നിശബ്ദമാകട്ടോ. നമ്മുടെ ദൈവസഭയ്ക്കകത്തും ദൈവസാന്നിധ്യം വരുമ്പോൾ പിന്നെ ദൈവമല്ലേ നമ്മുടെ ആരാധന നിയന്ത്രിക്കുന്നത്. സ്തോത്രം, 10,000 വാട്ട്സുള്ള മൈക്ക് സിസ്റ്റങ്ങൾ ദൈവസഭയിൽ ഉണ്ടെങ്കിലും വലിയ വലിയ അറിയപ്പെട്ട ലീ പോലെയുള്ള, കോർഗ് പോലെയുള്ള വലിയ വലിയ ഇലക്ട്രിക്കൽ സാധന സാമഗ്രികൾ ദൈവസഭയിൽ ഉണ്ടെങ്കിലും വീണ്ടെടുപ്പുകാരൻ വരുന്നത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വയലുകളെല്ലാം ശൂന്യമാണ്. അതുകൊണ്ട് ഒരുപാട് പേരുണ്ടായിട്ട് കാര്യമില്ല, ഉടമസ്ഥതയുള്ള ഒരുവൻ വേണം, ആ വീണ്ടെടുപ്പുകാരൻ വേണം. ഒരുപാട് പേര് ജോലി ചെയ്യുന്ന സ്ഥലമാണ്, സത്യത്തിൽ ചോദിക്കാം, ഈ നമ്മുടെ ദൈവസഭയ്ക്കകത്തേക്ക്, വയലാകുന്ന ദൈവസഭയ്ക്കകത്തേക്ക് ഒരു വ്യക്തി വന്ന് കയറുമ്പോൾ ആദ്യം ആ വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ആ വയലിൽ ഒരു കരുതൽ ഫീൽ ചെയ്യണം. എന്താ ഈ സ്ത്രീക്ക് ഫീൽ ചെയ്യുന്നറിയാമോ? ബോവസ് പറയുക, അവൾക്ക് പെറുക്കുവാൻ വേണ്ടി കറ്റ വലിച്ചു മാറ്റിയിട്ടേക്കണം. എന്ന് പറഞ്ഞാൽ വയലിനകത്ത് ഇതുവരെയും കിട്ടാത്ത എന്ത് കിട്ടി? ഒരു കരുതൽ അവൾക്ക് കിട്ടി. 2, കോരി വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നും എന്ത് ചെയ്യണം? അവൾ കുടിച്ചു കൊള്ളട്ടെ. കണ്ടോ, വയലിനകത്ത് ഒരു സ്നേഹം കിട്ടണം. 3, അവള് പെറുക്കുവാൻ വേറെ ഒരു വയലിൽ പോകണ്ട. വയലിനകത്ത് വന്നവർ ഈ വയലിനകത്ത് തന്നെ നിൽക്കണം, പുറത്തു പോകരുത്. നിങ്ങളുടെ ഹോളി ടെന്റ് വർഷിപ്പ് സെന്ററിനകത്ത് ഒരു വ്യക്തി കയറിയാൽ, സ്തോത്രം, ഇവിടെ കൊയ്ത്തില്ല, ഇവിടെ ആരാധനയില്ല, ഇവിടെ സ്നേഹമില്ല, ഇവിടെ കരുതലില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ ആരെയും ദൈവം അനുവദിക്കരുത്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, അവർക്ക് ലഭിക്കേണ്ടതെല്ലാം വയലിൽ കൊടുത്തോണം. നല്ല വചനം വയലിൽ കൊടുക്കണം കേട്ടോ. നല്ല വചനം വയലിൽ കൊടുക്കണം. നല്ല കരുതൽ വയലിൽ കൊടുക്കണം. കഷ്ടപ്പെട്ട് വേദനപ്പെട്ട് നിരാശയിലായിരിക്കുന്നവരെ സഹായിക്കാൻ നിങ്ങളുടെ കരങ്ങൾ ഒരുപോലെ പ്രവർത്തിക്കണം. പ്രാർത്ഥന, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇരിക്കുവാൻ ഒരു ആരാധനാലയത്തിന് വേണ്ടി ദൈവം അതിന് വഴികൾ തുറക്കും. സ്തോത്രം, ഒരുമിച്ച് കറ്റകൾ ചേർത്ത് പിടിച്ച് കൊയ്യാൻ തയ്യാറുള്ള ചില കൊയ്ത്തുകാർ എഴുന്നേറ്റ് വന്നാൽ നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്നു രാത്രി ആത്മാവ് ഞാൻ ഈ ദൂത് കൈമാറുകയാണ്. സ്തോത്രം. വരമ്പിലൂടല്ല രൂത്ത് നടന്നത്, വയലിനകത്തൂടാ. വരമ്പിലൂടെ നമ്മുടെ സഭയിൽ, നമ്മുടെ വയലിൽ ഒത്തിരി പേര് കാണും. അവരിങ്ങനെ ഞായറാഴ്ച വരുന്നു, വരമ്പത്തൂടെ നടന്നു പോകുന്നത് പോലെ സൈഡിൽ കൂടി ഇങ്ങനെ വന്നു പോകുന്നു. ആരൊക്കെ വന്നു ഇങ്ങനെ നോക്കി അങ്ങ് പോകും. ഓർത്തോ, വയലിനകത്ത് നീ കയറണം. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും വരാൻ പറ്റുന്നിടത്തോളം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം വയലിനകത്ത് കയറിക്കണം. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ക്യാമറ ഓൺ ചെയ്തും ക്യാമറ ഓൺ ചെയ്യാതെയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവമക്കളോട് സ്നേഹത്തോടെ ഞാൻ പറയാം, നിങ്ങൾ 2 പേരെ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ. സ്നേഹത്തോടെ ഞാൻ പറയാം, നമ്മുടെ വയൽ വിളഞ്ഞു കിടക്കണം. ഈ വയലിലേക്ക് രൂത്ത് കയറിയതുമല്ല, രൂത്ത് നോക്കിയപ്പോൾ അന്നത്തെ യഹൂദന്മാരുടെ കാലഘട്ടങ്ങളിൽ ഒരുപാട് പാടങ്ങളുണ്ട്. പാടങ്ങൾ ഒത്തിരി, വയൽപ്പാടങ്ങൾ. അതിലേത് പാടമാണ് ഇന്നയാടേം തിരിച്ചറിയത്തില്ല. ഇന്നത്തെ പോലെ മതിൽ കെട്ടി വലിയ വലിയ ഡോഗർ നായ്ക്കളെ വളർത്തുന്ന
വയലുകളൊന്നുമല്ല അന്ന്. സ്തോത്രം. അന്ന് വയലുകളെല്ലാം ഒരുപോലെ കിടക്കുകയാണ്. പക്ഷേ രൂത്ത് ആ വയലിലേക്ക് ഇറങ്ങാൻ കാരണം എങ്ങുമില്ലാത്തൊരു വിളവ് അവിടെ ഉണ്ട്. എങ്ങുമില്ലാത്തൊരു വിളവ് ഈ വയലിൽ കണ്ടതുകൊണ്ട് രൂത്ത് അവിടെ ഇറങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിർത്തുക. ഒന്നാം അധ്യായത്തിൽ രൂത്ത് എവിടായിരുന്നു? മോവാബിലായിരുന്നു. രണ്ടാം അധ്യായത്തിൽ രൂത്ത് എവിടെ കയറി? വയലിലേക്ക് കയറി. കണ്ടോ രൂത്തിന്റെ സ്വഭാവം മാറുന്നത് കണ്ടോ? മൂന്നാം അധ്യായത്തിൽ അതിന്റെ 6-ാമത്തെ വാക്യം, 3-ന്റെ 6-ാമത്തെ വാക്യം, അങ്ങനെ അവൾ 3:6 നിങ്ങൾ ബൈബിളിലേക്ക് നോക്കിയേ. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. അപ്പോൾ ഇപ്പൊ 3-ാമത്തെ അധ്യായത്തിൽ രൂത്ത് എവിടെ നിൽക്കുക? കളത്തിൽ അല്ലെ? ശ്രദ്ധിക്കണേ. 1-ാമത്തെ അധ്യായത്തിൽ രൂത്ത് എവിടാ? മോവാബിൽ. 2-ാമത്തെ അധ്യായത്തിൽ രൂത്ത് എവിടെ കയറി? വയലിൽ. മോവാബിൽ ആരുമില്ല. തകർന്ന ജീവിതം, കണ്ടിട്ടും ആൾക്കാർ കാണാതെ പോകുന്നു. വിധവ. നല്ല പ്രായത്തിൽ ഭർത്താവ് മരിച്ചുപോയൊരു പെണ്ണ്. നമുക്കറിയാം, നല്ല പ്രായത്തിൽ ഒരു ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സൊസൈറ്റിയിൽ അവളെ മറ്റുള്ളവരെങ്ങനെയാണ് നോക്കുന്നത്? ഏത് നിലയിലും അവളെ അടുത്ത ലെവലിലേക്ക് എറിഞ്ഞിടാനല്ലേ നോക്കുന്നത്? അങ്ങനെയുള്ളൊരു കാലഘട്ടമല്ലേ? സ്തോത്രം. അവിടുന്ന് മുഖം മറച്ച് അവൾ അവിടുന്ന് ഓടി വയലിൽ കയറി. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ എങ്ങനെങ്കിലും വയലിൽ കയറിയ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. മോവാബിൽ തന്നെ ഒതുങ്ങാനാ പ്ലാനെങ്കിൽ പോയതുപോലെ മടങ്ങി വരാം. എന്നാൽ നീ ആയിരിക്കുന്ന മേഖലകളിൽ വയലിൻ്റെ സറൗണ്ടിങ്ങിനകത്ത് കയറിക്കോ. അവിടെ നിന്നെ കരുതൽ ഫീൽ ചെയ്യും, സ്നേഹം ഫീൽ ചെയ്യും. ശ്രദ്ധിക്കണേ, സ്നേഹം ഫീൽ ചെയ്യും. സ്തോത്രം. വലിയൊരു ആർദ്രത, വലിയൊരു ഇൻറ്റിമസി എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് വയൽ. 3-ാമത്തെ അധ്യായത്തിൽ എന്നെ ചിന്തിപ്പിച്ചത് രൂത്ത് ഇപ്പൊ എവിടാ? രൂത്ത് കളത്തില. ഈ 2-ാമത്തെ ദിവസം വയലിൽ നിന്നപ്പോൾ രൂത്ത് നോക്കി ബോവസ് എങ്ങോട്ടാ പോകുന്നതെന്ന്. ഓർത്തോണേ, ഭയങ്കര വിദഗ്ധമായിട്ട് നോക്കുക. ബോവസ് ഇങ്ങനെ നടന്നു വയലിൻ്റെ അരികിൽ കൂടെ, അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു കോൺ തെറ്റിയ അല്ലെങ്കിൽ വളഞ്ഞു കിടക്കുന്ന ഒരു പാതയുണ്ട്. അതുവഴി ഒരു രൂത്ത് ബോവസ് നടന്നു പോകുന്നു. രൂത്ത് ആ ബോവസിൻ്റെ കാൽപാദങ്ങളുടെ അരികിൽ കൂടെ നടന്നു പോയപ്പോൾ രൂത്തിനൊരു കാര്യം പിടികിട്ടി. ബോവസിനെ തനിയെ കിട്ടണമെങ്കിൽ എവിടെ കയറണം? പറഞ്ഞ വാസജി, എവിടെ കയറണം? കളത്തിൽ കയറണം. മോവാബിൽ എല്ലാവരും കാണും, വയലിൽ ഒരുപാട് പേര് നിന്റെ കൂടെ കാണും. പക്ഷേ ബോവസുമായി നിനക്ക് തനിയെ സംസാരിക്കണമെങ്കിൽ കളത്തിൽ കയറിയേ പറ്റൂ. റമന ശതരാറിപത്തുരിയാതന. അമ്മായിയമ്മ രൂത്തിനോട് പറയുക, നിനക്ക് നിന്റെ കാര്യം സാധിക്കണോ? നിന്റെ കണ്ണുനീര് മാറണോ? നിന്റെ ജോലിയിലുള്ള നിന്റെ സ്ട്രെസ് മാറണോ? നിന്റെ വിസയുടെ കാര്യങ്ങളുടെ പ്രോബ്ലംസ് മാറണോ? ഫാമിലി ആഗ്രഹിച്ചതുപോലെ അവിടെ കൊണ്ടുചെല്ലണോ? ഒറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റയ്ക്ക് കളത്തിലിരിക്കുന്നവന്റെ കൂടിരുന്നോണം. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ബുദ്ധികൾ കൊണ്ടോ, നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടോ, നമ്മുടെ ഇഷ്ടം കൊണ്ടോ ഓടി കളത്തിൽ കയറാൻ പറ്റത്തില്ല. കളത്തിൽ കയറണമെങ്കിൽ നീ ആദ്യം മോവാബിൽ കൂടെ കടന്നു പോകണം. മോവാബിൽ കൂടെ കടന്നുപോയ വ്യക്തിക്ക് വയലിനകത്ത് കയറി ആരാധിച്ചു പഠിക്കണം. വയലിനകത്ത് കയറി വചനം കേട്ട് പഠിക്കണം. വയലിനകത്ത് ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ പഠിക്കണം. വയലിനകത്ത് കൊയ്ത്തുകാരുടെ കൂടിരിക്കാൻ പഠിക്കണം. വയലിനകത്ത് നേതൃത്വത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇത് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത നിന്റെ സ്ഥാനം എവിടാണെന്നറിയാമോ? വീണ്ടെടുപ്പുകാരനോട് ഒരുമിച്ച് കളത്തിൽ അതിൻ്റെ 6-7 വാക്യമേ. അങ്ങനെ അവൾ, ശ്രദ്ധിച്ചോണം നിങ്ങൾ, ഞാൻ വായിക്കാമേ. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മായിമ്മ കൽപ്പിച്ചതുപോലെയൊക്കെ ചെയ്തു. ബോവസ് തിന്നു കുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം യവകൂമ്പാരത്തിനൊരു വശത്ത് ചെന്ന് കിടന്നു. ഓർത്തോണം, അവിടെ ആരുണ്ട്? കളത്തിൽ. ഈ കളമെന്ന് പറയുന്നത് യഹൂദന്മാരോ കാലഘട്ടങ്ങളിൽ കൊയ്ത്ത് കഴിയുമ്പോൾ
കൊയ്ത്തിൻ്റെ ധാന്യങ്ങൾ കൊണ്ട് നിരത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ മറ്റാർക്കും കയറാൻ അധികാരമില്ല. എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ കൗണ്ടർ ടേബിൾ അവിടെയുള്ള സെയിൽസ്മാൻ വന്നിരിക്കത്തില്ല. ഇരിക്കുമോ? അല്ല, നിങ്ങളുടെ ദൈവസഭയുടെ പുൾപ്പിറ്റിൻ്റെ മുൻപിൽ, ആ പുൾപ്പിറ്റിൻ്റെ അവിടെ ഇട്ടിരിക്കുന്ന കസേരയിൽ, സ്തോത്രം, ആ ആരെയും എല്ലാവരെയും കയറ്റി ഇരുത്തത്തില്ല. കാരണം അവിടെ ഇരിക്കാൻ അർഹതപ്പെട്ട ഒരുവനുണ്ട്. ദൂത് മനസ്സിലാക്കി എൻ്റെ കൂടെ വരണേ. അവിടെ ഇരിക്കാൻ ഒരുവനുണ്ട്. ദൂരെ കൊയ്ത്ത് പിടിക്കുന്നവരും കറ്റ പിടിക്കുന്നവരും ബാല്യക്കാരെല്ലാം ദൂരെ നിൽക്കുമ്പോൾ യജമാനന് വേണ്ടി, വീണ്ടെടുപ്പുകാരന് വേണ്ടി, ആ വയലിലെ ഉടമസ്ഥൻ ഇരിക്കാൻ വേണ്ടി അവിടെ വ്യത്യസ്തമായി പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് കളം. ആ കളത്തിൽ ആര് മാത്രമേ ഉള്ളൂ? ബോവസ് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ വരണേ. ബോവസ് മാത്രമേ ഉള്ളൂ. രാത്രിയുടെ നിശബ്ദതയിൽ കണ്ടോ, അവൾ പോയി കിടക്കുന്ന എപ്പോഴെന്നറിയാമോ? അവളവിടെ കാലിൻ്റെ പുതപ്പ് പൊക്കി അവിടെ കിടന്ന അർദ്ധരാത്രിയിൽ. ഓർത്തേ, നിങ്ങൾ ആ ദൂത് എനിക്ക് എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. രാത്രിയുടെ അർദ്ധരാത്രിയിൽ കണ്ടോ. ഇപ്പം ഞാനിവിടെ ഏകദേശം 3 മണിയായി. ഏകദേശം അല്ല, 3 മണിയായി. രാത്രിയുടെ അർദ്ധരാത്രിയിൽ ബോവസ് നോക്കിയപ്പോൾ അവൻ്റെ കാലിൻ്റെ പൊത്തയുടെ അരികിൽ ഒരു തണുത്ത മൃദുവായ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. ബോവസ് നോക്കിയപ്പോൾ കാലിൻ്റെ ചുവട്ടിൽ കണ്ണുനീര് കൊണ്ട് കലങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീ. ബോവസ് എഴുന്നേറ്റു. ഇന്ന് രാത്രി ഓർത്തോ, നിന്റെ പ്രയാസങ്ങളുടെ മുൻപിൽ ഒറ്റയ്ക്ക് പോയി കരയാൻ പറ്റിയത് ബോവസിന്റെ കാലിൻ്റെ ചുവടാ. അറിയാൻ തരാ. നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ലെങ്കിലും, നീ ആഗ്രഹിച്ചതൊന്നും നടന്നില്ലെങ്കിലും, നീ ഇഷ്ടപ്പെട്ടതൊന്നും ലഭിച്ചില്ലെങ്കിലും, കുടുംബ ജീവിതത്തിൽ വേണ്ട നിലയിലുള്ളൊരു സെറ്റിൽമെന്റ് ലഭിച്ചില്ലെങ്കിലും, നിനക്ക് പോയി കിടക്കാൻ പറ്റിയൊരിടം എൻ്റെ ബോവസിന്റെ കാൽപാദത്തിന്റെ ചുവട്ടില. ബോവസിന്റെ കാലിന്റെ ചുവട്ടിൽ. അവൾക്കറിയാം, ഞാൻ കറ്റ പറക്കി നടന്നാൽ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ, ഞാൻ വയലിൽ നിന്നാൽ ഇങ്ങനെ അങ്ങ് പോത്തേ ഉള്ളൂ. ഞായറാഴ്ച ആരാധന, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ജോലി കഴിഞ്ഞുള്ളൊരു കൂട്ടായ്മ, വൈകിട്ട് ഇങ്ങനൊരു സൂം മീറ്റിങ്, ഇതിനകത്ത് കയറിയാൽ കയറി, കയറിയില്ലെങ്കിൽ കയറിയില്ല. ആര് ശ്രദ്ധിക്കാനാ, ആരോട് പറയാനാ? ഓർത്ത ഇങ്ങനെ നീ അങ്ങ് പോത്തേ ഉള്ളൂ, ഇങ്ങനെ അങ്ങ് പോത്തേ ഉള്ളൂ. മാറ്റം വരണമെങ്കിൽ കളത്തിൽ ഇരിക്കേണ്ടവൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇരുന്നോണം. കളത്തിലിരിക്കുക. രൂത്ത് നോക്കി, ആരുമില്ല, ഇരുണ്ട നിശബ്ദത. രൂത്ത് ഇടത്തോട്ടും വലത്തോട്ടും നോക്കി, ഒറ്റ ബാല്യക്കാരില്ല, ഒറ്റ കൊയ്ത്തുകാരില്ല. ഓ, അവൾക്കൊരു കാര്യം പിടികിട്ടി, ഞാനും എൻ്റെ അപ്പനും മാത്രം. എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും, എന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും, ഞാൻ നല്ല പ്രായത്തിൽ വിധവയായി പോയാലും, എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടാലും, എൻ്റെ അമ്മായപ്പൻ നഷ്ടപ്പെട്ടാലും, എൻ്റെ കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടാലും, ഇന്ന് രാത്രി ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. എത്ര ജോലി തിരക്കാണെങ്കിലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവധി എടുത്ത് പോസ്റ്റോണം. കാരണം നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് പോലെ അല്ല ആ രാജ്യത്ത് ജീവിക്കുന്നത്. നിയമം എപ്പോഴും മാറാം, ജോലിക്ക് ടെർമിനേഷൻ ഉണ്ടാകാം, കോളേജുകളൊക്കെ വേഗത്തിൽ അടച്ചുപൂട്ടാം, എന്തും സംഭവിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയൊരു ഇടമാ കളത്തിൽ എൻ്റെ പ്രിയനോടൊപ്പം. റിസീവ് ദ പവർ ഓഫ് ഗാഡ്. ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്കൊരു ദൈവമുണ്ട്. അവൻ്റെ അരികിലേക്ക് എനിക്ക് ഏത് സമയവും കടന്നു പോകുവാൻ. കടന്നു ചെന്ന് ബോവസ് കിടന്നുറങ്ങിയപ്പോൾ ആ പുതപ്പ് പൊക്കി എന്ത് ചെയ്തു? അവിടെ തല മൂടി. ആത്മീയ ദൂത് പറയട്ടെ, ഇന്നലെ വരെ നീ കണ്ട നിന്റെ മുഖം, ഇന്നലെ വരെ മറ്റുള്ളവർ നിന്നെ പരിഹസിച്ച നിന്റെ ശിരസ്, ബോവസിന്റെ അരികിൽ വന്നാൽ പിന്നെ കവറിങ്ങ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ദൈവദാസനെ
ദൈവമക്കളെ, വളരെ സ്നേഹത്തോടെ പറയാം, നിങ്ങൾ എന്നെ മറന്നുപോയാലും ഇന്ന് കേട്ട ദൂത് മറക്കരുത്. ഞാൻ വളരെ ഒത്തിരി ത്യാഗം സഹിച്ചാണ് ഞാൻ ഈ സന്ദേശവുമായി നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്. ശക്തമേറിയ തണുപ്പ്, സാഹചര്യങ്ങൾ അനുകൂലമല്ല. എന്നിട്ടും ഈ സമയത്ത് ഞാൻ ഈ വചനവുമായി ഇതിനകത്ത് കയറണമെങ്കിൽ നിങ്ങളെ കളത്തിനകത്ത് ചിലർ കയറിയേ പറ്റൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയർലൻഡിൻ്റെ ദേശത്ത് നിങ്ങൾ വളരെ ഞെരുങ്ങി ജീവിക്കുന്നവരല്ലേ. നോക്കുമ്പോൾ നാട്ടുകാർ നോക്കുമ്പോൾ, ഇന്ത്യക്കാർ നോക്കുമ്പോൾ, കൂടപ്പുറപ്പുകൾ നോക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി ഒരു വലിയൊരു സ്ഥാനത്തായിരിക്കാം നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, മോവാബിൻ്റെ അനുഭവം, വയലിൻ്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോവുകയല്ലേ. അല്പ സാമ്പത്തികമൊക്കെ നേടാൻ പറ്റുമെങ്കിലും മനസ്സമാധാനം നഷ്ടപ്പെട്ടു വന്ന ചില രാത്രികളില്ലേ. ആ രാത്രിയിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? പതുക്കെ പ്രിയനോടൊപ്പം അവൻ്റെ കാലിൻ്റെ ചുവട്ടിൽ പോയി റിസീവ് ദ ഹോളി പ്രസൻസ് ഓഫ് ഗാഡ്. റീന ഭൂരി. എല്ലാ കണ്ണും നടച്ചേ, എല്ലാ കണ്ണുകളടച്ച്. ഉറബിക്കാൻ അറിയാൻ തരാ വൈഡാ രകൽക്കന അർബറ്റ അർബസ്യ ധൂനിയാന്തരേ. ആത്മാവിൽ ഇന്ന് രാത്രി കർത്താവേ നാദാം, ഈ ഹോളി ടെന്റ് വർഷിപ്പ് സെന്ററിലുള്ള എൻ്റെ ദൈവമക്കളോട്, കർത്താവ് വാത്സല റീച്ചാനോട്, എലിസബത്ത് സിസ്റ്ററോട്, പ്രിയാരോടൊക്കെ ഒരുമിച്ച് ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. നിന്റെ വേദന മാറ്റുന്ന, നിന്റെ തകർച്ചകളെ മാറ്റുന്ന, നിന്റെ ശൂന്യതകളെ മാറ്റുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. ഇന്ന് രാത്രി നീ അത് വിശ്വസിക്കണം. ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഓക്കെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവനോട് ഒറ്റയ്ക്ക് ഇരിക്കണം കേട്ടോ. സഭയിൽ വരുമ്പോൾ ഒത്തിരി പേര് കാണും, പാസ്റ്ററുണ്ട്, നല്ല വചനം കേൾക്കാം, കൈയടിച്ച് നല്ല പാട്ട്, ബ്ലസ് സിസ്റ്ററെ പോലുള്ളവരൊക്കെ നല്ല പാട്ട് പാടും, അതൊക്കെ ഒരു സന്തോഷമാണ്. പക്ഷേ കളത്തിൽ ആരുണ്ട്? നീ ഒറ്റയ്ക്കാ. ആരുമില്ല. നിന്റെ വേദന പറയാൻ ആരുമില്ല, നിന്റെ തകർച്ച പറയാൻ ആരുമില്ല. ഓർത്തോ, ബോവസിന് മാത്രമേ അറിയൂ നീ അവൻ്റെ അരികിലുണ്ടെന്നുള്ളത്. വേറെ ആർക്കും അറിയത്തില്ല. വീട്ടിലുള്ള നവോമിക്കോ, അവളെ വിട്ടുപോയ ഓർപ്പയ്ക്കോ ഇന്ന് രാത്രി ആത്മാവിൻ്റെ ദൂത് ഒരു വ്യത്യസ്ത തലങ്ങളിൽ കൂടെ പാഞ്ഞു കയറുകയാണ്. കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്കോ, നാട്ടിലുള്ള ഭാര്യയ്ക്കോ അല്ലെ ഭർത്താവിനോ അറിയത്തില്ല കളത്തിൽ നീ അവൻ്റെ കൂടെ ഒറ്റയ്ക്കാണെന്നുള്ളത്. ഒറ്റയ്ക്കല്ലേ? ഇത്ര നാളുകളായി ഓടുന്നു, ഒറ്റയ്ക്കാ. ആരോട് പറയും? ജീവിതത്തിൽ ഉള്ളിൽ ഒതുക്കി എൻ്റെ ശുശ്രൂഷ ഇതുകൊണ്ട് ഒതുങ്ങിപ്പോകുമോ? എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഇങ്ങനെ ഒതുങ്ങിപ്പോകുമോ? ഇന്ന് രാത്രി ഞാൻ വലിയൊരു ഉണർവ് പ്രസംഗമോ വലിയൊരു പ്രവചനദൂതം ഒന്നുമല്ല ഞാൻ കൈമാറുന്നത്. ലളിതമായ ഭാഷാ ശൈലിയിൽ ദൈവമക്കളോട് ഞാൻ വചനദൂത പറയുന്നത്. ഓർത്തോ, നീ കളത്തിൽ ഇരിക്കേണ്ടവൻ്റെ കൂടെ ഇരുന്നോണം. ഈ കളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ബോവസിന്റെ കാലിൻ്റെ ചുവട്ടിൽ അവൾ വന്ന് കിടന്നു, അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്. അവൾ കളത്തിൽ ചെന്നു, ബോവസ് തിന്നു കുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം യവകൂമ്പാരത്തിന് വശത്ത് ചെന്നു. അവളും പതുക്കെ ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ആത്മീയ ഭാഷ ഇങ്ങനെയാണ്. അവൾ പുതപ്പ് പൊക്കി അവിടെ കിടക്കാൻ കാരണം എനിക്ക് ലജ്ജിക്കപ്പെട്ട ജീവിതം ഇനി വേണ്ട. ഇതുവരെ ഞാൻ സമൂഹത്തോടെ നടക്കുമ്പോൾ മറ്റുള്ളവരെന്നെ ഭർത്താവ് മരിച്ചു പോയവളായിട്ടാണ് കാണുന്നത്. പലരും പല പ്രപ്പോസലുമായിട്ട് വന്നു, സെക്കൻഡ് മാര്യേജ്, ബാധ്യതയില്ല. മാട്രിമോണിയിലൊക്കെ ഞാൻ പോലും അറിയാതെ പേരെടുത്തിട്ടു. ബാധ്യതയില്ലാത്ത, സ്തോത്രം, ഒരു ജോലിക്കാരനുമായി പല ആലോചനകൾ വന്നു. നവോമി പറഞ്ഞു, മോനെ, എന്നെ നോക്കി നിന്നിട്ട് കാര്യമില്ല, നീ ഒരു വിവാഹം കൂടെ കഴിക്കുന്നെങ്കിൽ ഞാൻ കഴിച്ചു. മറ്റുള്ളവരെല്ലാം പറഞ്ഞു. രൂത്ത് പറഞ്ഞു, എനിക്കിനി ഇങ്ങനെ ലജ്ജിക്കപ്പെട്ടൊരു ജീവിതം വേണ്ട. ഇന്ന് രാത്രി ഓർത്ത്, നിന്റെ കണ്ണുനീരിന് വിടുതൽ കളത്തിലുണ്ട്, നിന്റെ വായ്ത്തത്വത്തിൻ്റെ വിടുതൽ കളത്തിലുണ്ട്, നിന്റെ വീണ്ടെടുപ്പുകാരൻ കളത്തിലുണ്ട്. സ്തോത്രം.
ഇന്ന് രാത്രി ആത്മാവിൽ ആ ദൂത് ഞാൻ കൈമാറുക. 3-ാമത്തെ അധ്യായത്തിൽ രൂത്ത് എവിടെ നിൽക്കുക? കളത്തിൽ. 1-ാമത്തെ അധ്യായത്തിൽ രൂത്ത് മോവാബിൽ. 2-ാമത്തെ അധ്യായത്തിൽ രൂത്ത് വയലിൽ. 3-ാമത്തെ അധ്യായത്തിൽ രൂത്ത് കളത്തിൽ. 4-ാമത്തെ അധ്യായത്തിൽ രൂത്ത് എവിടാന്നറിയാമോ? ബോവസിന്റെ വീട്ടിൽ. കണ്ടോ രൂത്തിന്റെ പ്രമോഷൻ? കണ്ടോ? നീ വയലുകളിൽ കൂടെ കയറി ആത്മീകമായി വളർന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം നോക്കുന്ന ദൈവമാണ്. വീണ്ടെടുപ്പുകാരനായ കർത്താവിൻ്റെ മുൻപിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് നീ ചില വിടുതൽ പ്രാപിച്ച പിന്നെ എവിടാന്നറിയാമോ നമ്മുടെ സ്ഥാനം? വീണ്ടെടുപ്പുകാരനോടൊപ്പം നമുക്ക് വേണ്ടി പണി കഴിക്കുന്ന ഒരു പുതിയ യെരൂശലേമുണ്ട്. പിന്നെ ബോവസിന്റെ വീട്ടിലാ രൂത്തിന്റെ സ്ഥാനം. ഓർത്തോ? മോവാബിലെ വീട്ടിൽ നിന്നും സ്തോത്രം ബെത്ലഹേമിലെ ബോവസിന്റെ വീട്ടിൽ വരാൻ കാരണം ഇവിടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ജീവിതത്തിൽ ഒരു മടുപ്പ് സംഭവിക്കുമ്പോൾ ജീവൻ അസ്തമിപ്പിക്കുന്നതല്ല. ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ വീട് വിട്ട് ഓടിപ്പോകുന്നതല്ല ജീവിതം. അതല്ല ആത്മീക ജീവിതം. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ, പ്രതിസന്ധികളെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ യേശുക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനെ പരിചയപ്പെട്ടോണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഈ 4 അധ്യായം കൊണ്ട് മാത്രം എന്തുകൊണ്ട് രൂത്തിന്റെ പുസ്തകം തീർത്തു? 5-ാമത്തെ അധ്യായം എന്നെ ഇല്ലാത്ത? ഉടനെ എനിക്ക് ദൈവം തന്നൊരു ആത്മീക പ്രകാശനം ഇതാ: കുഞ്ഞേ, നീ എൻ്റെ കൂടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തിനാടാ മോനെ ഒരു 5-ാമത്തെ അധ്യായം? എലിസബത്തിനെ പിടികിട്ടിയോ? എൻ്റെ പ്രാണനാഥന്റെ കൂടെ നീ ഒന്ന് ചേർന്നിരുന്നാൽ പിന്നെ എന്തിനാ നിനക്കൊരു നെക്സ്റ്റ് ചാപ്റ്റർ? നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ ആലോചനയല്ല ദൈവത്തിൻ്റെ ആലോചന. ഈ മോവാബിൽ നിന്ന് ഒറ്റ ചാട്ടം ചാടിയല്ല ഇവിടെ വന്നത്, ബോവസിന്റെ വീട്ടിൽ വന്നത്. കഷ്ടതയാകുന്ന മോവാബിൽ കൂടെ, കരുതലാകുന്ന വയലുകളിൽ കൂടെ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കളത്തിൽ കൂടെ അവൾ കയറി ഇറങ്ങി ബോവസിന്റെ വീട്ടിൽ വരണമെങ്കിൽ അവിടെ സമർപ്പണമെന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവമക്കളെ, വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രി വചനം എൻ്റെ മുഖത്ത് നോക്കി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഇതിലെ എനിക്കൊന്നേ പറയാനുള്ളൂ: നിന്റെ വീട്ടിൽ ആരും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഒരു ബോവസ് നിനക്കുണ്ട്. അവൻ്റെ അരികിലേക്ക് ഓടിപ്പോക്കൂ. ബോവസുമായി നേരിട്ട് ബന്ധമുണ്ടാകണം. പട്ടിണി കിടന്നാലും, പ്രയാസങ്ങൾ വന്നാലും, ഏകാന്തത ജീവിതത്തിൽ വന്നാലും, നഷ്ടസ്വപ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും, അന്യദേശത്താണ് നിന്റെ ജീവിതമെങ്കിലും, ഇതെല്ലാം തോന്നിയാലും ഞാൻ ലക്ഷ്യമിട്ട് ഉന്നമിട്ട് വിരൽ ചൂണ്ടി പറയാം: വീണ്ടെടുപ്പുകാരനുണ്ട്. അവിടെ നിനക്കൊരു കരുതലുണ്ട്, അവിടെ നിനക്കൊരു സ്നേഹമുണ്ട്, അവിടെ നിനക്കൊരു അനുഗ്രഹമുണ്ട്. ഇന്ന് രാത്രി അതാകണം നമ്മുടെ ആത്മീക ചിന്തയിലേക്ക് പോകാൻ. അപ്പോൾ ഓർത്തോണം, ഞാൻ സമയം തീർന്നു പാസ്റ്റേ? ഞാൻ നോക്കിയില്ലായിരുന്നു. പത്ത് മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടോ? 15 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ ബോവസിന്റെ കളത്തിൽ നിന്നും അവൾ വീട്ടിലേക്ക് വരിക. അപ്പൊ ഞാന് ഈ വചനം വായിച്ചു വന്നപ്പോൾ കളത്തിൽ കയറിയാൽ ലഭിക്കുന്ന ഒരു 5 കരുതലുകളെ ദൈവം എന്നെ പഠിപ്പിച്ചു. ഒന്ന്, ബോവസ് യൂത്ത് 4 തലങ്ങളിൽ കൂടെയാണ് 4-ാമത്തെ അധ്യായം വരെ വന്നത്. ഇപ്പോൾ അവൾ വീട്ടിൽ വന്ന് നിൽക്കുക. കേൾക്കുന്നില്ല? ഹലോ, കേൾക്കാം? സൗണ്ട് കുറഞ്ഞു പാസ്റ്റേ. ഒരു മിനിറ്റ് പാസ്റ്റേ. കേൾക്കാം? മൈക്കിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു പാസ്റ്റേ. ഓക്കെ. ഇപ്പോൾ കളത്തിൽ നിൽക്കുന്ന രൂത്തിന് 5 വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായി. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന 4 പോയിന്റ് നിങ്ങൾ മറക്കരുത്. രൂത്ത് 4 അധ്യായങ്ങളിൽ 4 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കണ്ടു. മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ദിവസം വേറെ ദിവസന്മാരാണ് വരുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന ഈ മെസ്സേജ് മറക്കരുത്. ഏതെങ്കിലും കാലത്ത്
നിങ്ങൾ ഇനി എന്നെ വിളിച്ചാൽ ഞാൻ ആദ്യം ഇത് പറഞ്ഞ് ചോദിച്ചിട്ടേ അടുത്ത മെസ്സേജ് കയറത്തുള്ളൂ. എനിക്കതൊരു നിർബന്ധമാണ്. നമ്മൾ ശുശ്രൂഷിക്കുന്ന ഓർത്തിരിക്കണം. അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. കേട്ട് സ്തോത്രം പറഞ്ഞു കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു, പുള്ളിക്കാരന് നല്ല രസമുണ്ടായിരുന്നു, പുള്ളി കാണാനും കുഴപ്പമില്ല, നല്ല താടിയൊക്കെ ഉണ്ട്. അതല്ല എനിക്ക് വേണ്ടത്. നമ്മൾ ദൈവത്തിൽ കേൾക്കുന്ന വചനം ജീവിതത്തിൽ മറക്കരുത്. അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോണേ. നിങ്ങളോടുള്ള ദൂതായത്. ഇപ്പൊ ഈ കളത്തിൽ കിടക്കുന്ന രൂത്തിന് 5 വ്യത്യസ്തമായ കരിയറിലേക്ക് അവളുടെ ജീവിതം കയറി. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. കളത്തിലെ രൂത്ത് എങ്ങനായി തീർന്നു? 3:1 ഞാൻ വായിക്കാം. അമ്മായിയമ്മ നവോമി അവളോട് പറഞ്ഞു, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമ സ്ഥലം അന്വേഷിക്കില്ല. 1, കളത്തിൽ വീണ്ടെടുപ്പുകാരൻ്റെ കൂടെ നീ ചെലവിട്ടാൽ നീ ആരായി മാറും? നീ നന്നായിരിക്കും. നന്നാകണ്ടേ? നന്നാകണമെങ്കിൽ വീണ്ടെടുപ്പുകാരൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. വയലിൽ സഭയെ വന്നാൽ നീ നന്നാകത്തില്ല. നന്നാകാത്തതായി സഭയെ വരുന്നത്. സഭയെ വന്ന് ദൈവദാസൻ നന്നാക്കാൻ നോക്കിയാലും നടക്കത്തില്ല. നിനക്ക് നന്നാകണമെങ്കിൽ ആദ്യം നീ കളത്തിൽ കയറണം. ദൈവത്തോട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം. നന്നാകും എന്ന് പലരും ഇവള് നന്നാകത്തില്ല എന്ന് പറയും. പക്ഷേ ഇവൻ നന്നാകത്തില്ല എന്ന് പറയും. പക്ഷെ ദൈവത്തിന്റെ സന്നിധി നീ സ്പെൻഡ് ചെയ്താൽ, കളത്തിൽ കർത്താവിനോട് കൂടെ കാൽക്കൽ നിന്നാൽ നീ നന്നാകും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, സ്തോത്രം, വിശ്വാസ ജീവിതത്തിൽ ഓരോ തലങ്ങളിൽ അനുഭവങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോൾ എനിക്കൊന്ന് നന്നാകണം. എൻ്റെ പ്രിയനോട് ഒരുമിച്ച് എനിക്കൊന്നിരിക്കണം. എൻ്റെ പ്രാർത്ഥനയൊന്ന് നന്നാക്കണം. എൻ്റെ ജോലിയിൽ അല്പം കൂടെ എനിക്ക് നന്നാകണം. എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് നല്ലൊരു ഭർത്താവാകണം. എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് നല്ലൊരു ഭാര്യയാകണം. എനിക്ക് ഒന്നുകൂടെ ഒന്ന് നന്നാകണം. കളത്തി കരഞ്ഞാൽ മതി, ജീവിതത്തിൽ നന്നാകുന്ന അനുഭവം ഉണ്ടാവും. ചെറിയ സെറ്റപ്പാണെന്ന് ഓർത്ത് ഭാരപ്പെടണ്ട. ഇപ്പോൾ ഏകദേശം 11 ഡിവൈസസേ ഉള്ളെന്ന് ഓർത്ത് വിഷമിക്കണ്ട. നന്നാവും. ഇത് നന്നാകണമെങ്കിൽ നവോമി പറഞ്ഞതുപോലെ അവന്റെ കൂടെ നീ കളത്തിലിരിക്കണം. 2, കളത്തിലിരുന്നാൽ ലഭിക്കുന്ന 2-ാമത്തെ പോയിന്റ്, അതിന്റെ 4-ാമത്തെ വാക്യം, ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടക്കണം. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. അവനോട് ഒരുമിച്ച് നീ കളത്തിൽ സ്പെൻഡ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് വീണ്ടെടുപ്പുകാരനാണ് പറയുന്നത്. ഒരുപാട് സമയം നമ്മൾ മനസ്സിലാക്കണേ. നിങ്ങൾ രാവിലെ മുഴുവൻ ജോലിക്ക് പോകുന്നവരാ, നൈറ്റ് ഷിഫ്റ്റ് ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നവർ കാണും, അല്ലെങ്കിൽ ഈവനിങ് കഴിഞ്ഞ് വന്നിരിക്കുന്നവർ കാണും, അടുത്ത ഷിഫ്റ്റിന് പോകാൻ പ്രിപ്പയർ ആകുന്നവർ കാണും. ഞാൻ പറയാം, നീ എന്ത് ചെയ്യണമെന്നുള്ളത് നിനക്ക് പറഞ്ഞു തരണമെങ്കിൽ അവൻ്റെ കൂടെ ഒറ്റയ്ക്ക് കളത്തിലിരിക്കണം. ആ ഭാഗം ഞാൻ തൊട്ടു പോന്നേ ഉള്ളൂ. നീ എന്ത് ചെയ്യണമെന്നുള്ളത് നിനക്ക് പറഞ്ഞു തരും. ഈ ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? ഇന്നത്തെ കാലത്ത് നമ്മളൊരു വഴി ചോദിച്ചാൽ തെറ്റായ വഴി പറഞ്ഞു കൊടുക്കും. ഇതുവഴി അങ്ങോട്ട് പോയ ഇന്നിടത്തോട്ട് പോകുന്ന എവിടെ ചോദിച്ചാൽ ഇതുവഴി അങ്ങോട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇതുവഴി അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഒരു കുറുക്ക് വഴിയുണ്ട്, അപ്പുറത്തൊരു മാണക്കട ഉണ്ട്, അതിലെ താഴോട്ട് ചാടിയാൽ മതി എന്ന് പറയും. അവൻ്റെ ജീവിതം പോയി. നമ്മൾ ഈ അറിയത്തില്ലെങ്കിലും തെറ്റായ വഴി പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടങ്ങളിലാണ് ജീവിക്കുന്നത്. ഇവിടെ കണ്ടോ, ഈ ബോവസ് പറയുക, എൻ്റെ കൂടെ നീ കളത്തിലിരുന്നാൽ നീ എന്തോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 3, കളത്തിലിരുന്നാൽ നിനക്ക് കിട്ടുന്ന ക്വാളിറ്റി. അതിൻ്റെ 11-ാമത്തെ വാക്യം, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. കണ്ടോ നമ്മുടെ കുറിവാക്യം. നീ കളത്തിലിരുന്നാൽ നീ എന്ത് ചോദിച്ചാലും നിനക്കത് കിട്ടും. ജോലി ഒന്ന് മാറിക്കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അടുത്ത മേഖലയിൽ പോയി ഒന്ന് സെറ്റിൽഡ് ആകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയാം, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാമെന്ന് ഒരു ബോവസ് പറയണമെങ്കിൽ അവൻ്റെ കൂടെ അവൾ കളത്തിലിരുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. വെറും കൈയോടെ പോകാനല്ല. കണ്ടോ,
നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. 11-ാമത്തെ വാക്യം. അല്ല, വെറും കൈയോടുള്ള അനുഭവമല്ല. 3. 4-ാമത്തെ പോയിന്റ് ഞാൻ പറയുക, അതിന്റെ 17-ാമത്തെ വാക്യം. അമ്മാവി അമ്മയുടെ അടുക്കൽ വെറും കൈയോടെ പോകരുത്, അവൾ എന്നവൻ എന്നോട് പറഞ്ഞു. ഈ 6 ഇടങ്ങഴി യവവും എനിക്ക് തന്നു എന്നുത്തരം പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. നീ കളത്തിൽ സമയം സ്പെൻഡ് ചെയ്താൽ വെറും കൈയോടെ പോകേണ്ടി വരത്തില്ല. കണ്ടോ? നമ്മളൊക്കെ രാവും പകലും ജോലി ചെയ്തു, 1-ാം തീയതി സാലറി വരും, 2-ാം തീയതി വട്ടപൂജ്യം. പിന്നില്ല, പിന്നെ അടുത്ത 1-ാം തീയതി വരെ കാത്തു കെട്ടിയിരിക്കണം. പിന്നെ തിരിച്ചും മറിച്ചും കാര്യങ്ങൾ മൂവ് ചെയ്യുകയല്ലേ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഞാൻ പറയുന്നത്, ഇവിടുത്തെ ദൈവമക്കളുടെയും കൂടെ കാര്യങ്ങളാണ്. 1-ാം തീയതി 2-ാം തീയതി പേയ്മെന്റ് വരും, 3-ാം തീയതി കൊടുക്കാനുള്ള EMI കൊടുക്കാനുള്ളിടത്തോട്ടെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് വരും. അവസാനം 33 രൂപ മാത്രം വരും. ഒരു പ്രയോജനമില്ല. അത് ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, ആർക്കും കൊടുക്കാനും പറ്റത്തില്ല. അവിടെ കിടക്കും. അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിശ്വാസ ജീവിതം ഇതാ. ഇവിടെ നാം വായിപ്പാനിടയായിത്തീർന്നു. നാലാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് വായിച്ചത്. നീ വെറും കൈയോടെ പോകേണ്ടി വരത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം നിർത്തുന്നതിന് മുന്നമേ പറയാം, നിന്റെ കരം വെറും ശൂന്യമാണോ? കളത്തിൽ പോയിരുന്നോ? വെറും കൈയോടെ നീ പോകേണ്ടി വരത്തില്ല. സ്തോത്രം. ഈ മീറ്റിംഗ് തീരുമ്പോൾ സ്തോത്രം, ദൈവത്തിന് മനസ്സിലാകും ഇതിനകത്തിരിക്കുന്ന എൻ്റെ ദൈവമക്കൾ വെറും കൈയോടെ പോകരുത്. എൻ്റെ പ്രസംഗം തീരുമ്പോൾ ദൈവാത്മാവ് എന്നെക്കുറിച്ച് പറയും, മോനെ, നീ പ്രസംഗം നിർത്തുമ്പോൾ ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, നിന്റെ ജീവിതത്തിൽ ഇനിയും വെറും കൈയോടെ പോകേണ്ടി വരികയില്ല. ഹല്ലേലൂയ. വീണ്ടെടുപ്പുകാരന് തോന്നണം. അത് വീണ്ടെടുപ്പുകാരന് തോന്നണം. വീണ്ടെടുപ്പുകാരൻ പറയുന്ന വാക്കാ, രൂത്തെ, നീ ഇനിയും വെറും കൈയോടെ പോകരുത്. അത് തോന്നണമെങ്കിൽ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം, 3:18 ഇങ്ങനെ വായിക്കുക. അതിനവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും നാൾ വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും. 4 വ്യത്യസ്തമായ രൂത്തിന്റെ സ്വഭാവവും, രൂത്ത് കളത്തിലിരുന്നതിന് ശേഷം രൂത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച 5 വ്യത്യസ്തമായ അനുഭവങ്ങളും ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്. 5, 4, 9 പോയിന്റ് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ വായിച്ച് ധ്യാനിച്ചോണം. ഞാൻ നിർത്താൻ പോവാ. ഇനി നമ്മൾ എന്നാ കാണുന്നതെന്ന് അറിയത്തില്ല, കാണുമോ എന്നറിയത്തില്ല. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. ഒറ്റ കാര്യം ഓർത്തോ, വിശ്വാസ ജീവിതത്തിൽ അവൻ്റെ കാൽക്കൽ വീണാൽ പരിഹാരമുണ്ട്. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ വിഷയങ്ങളെ പറയാം. ഇനിയും നാഥാ, കർത്താവ് ഏതെങ്കിലും കാലത്ത് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ, വചന ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചാൽ ഇതിലും കൂടുതൽ ദൈവമക്കളെ കൊണ്ട് കർത്താവെ, ഈ ടെന്റ് ദൈവസഭയെ ദൈവം നിറയ്ക്കുവാൻ, ഈ ടെന്റിനകത്ത് അനേകരോടിക്കൂടണം. അഭയത്തിനായി, വെയിലേൽക്കാതെ, ചൂടേൽക്കാതെ, മഴയേൽക്കാതെ അനേകരാശ്വാസത്തിനായി ഓടിക്കൂടുന്ന ഒരു ടെന്റായി ഈ വർഷിപ്പ് ദൈവസഭയെ ദൈവം മാറ്റട്ടെ. എന്നെ ഇന്ന് രാത്രിയിലേക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്ത റീച്ചാനെയും ദൈവസഭ ഉത്തരവാദിത്തപ്പെട്ടവരെയും